CPM തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങൾക്കായി ഇന്ന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം തിരുവനന്തപുരത്ത് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും വയനാട് A വിജയരാഘവനും ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനും പാർട്ടിക്കുമെതിരായ വിവാദങ്ങൾ ചർച്ചയാകും. കോവളത്ത് ജില്ലാ സമ്മേളന വേദിയിൽ നിന്നും ആൻഫ്ലിറ്റ് ഡിസൂസിയാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ആൻഫ്ലിറ്റ്, ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളുടെ കാലഘട്ടമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശികാർത്തിക, ഇന്ന് CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ, പ്രധാനപ്പെട്ട 2 ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ സമ്മേളനവുമാണ് തുടക്കമാകുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ 2 ജില്ലാ സമ്മേളനങ്ങളും, വയനാട് ജില്ലാ സമ്മേളനം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രണ്ടിടത്തും ജില്ലാ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. തിരുവനന്തപുരം അതോടൊപ്പം തന്നെ വയനാടും, രണ്ടിടത്തും കേന്ദ്ര നേതാക്കളടക്കം പൂർണ്ണമായും അത് മുഴുവൻ സമയം 3 ദിവസമാണ് ജില്ലാ സമ്മേളനങ്ങൾ. ഇന്ന് 21 മുതൽ 21, 22, 23 ഈ 3 ദിവസങ്ങളിലാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക. ഈ 3 ദിവസങ്ങളിലും തിരുവനന്തപുരത്തായാലും വയനാടായാലും പ്രധാന നേതാക്കളൊക്കെ തന്നെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അതോടൊപ്പം തന്നെ CPM കേന്ദ്ര നേതാക്കളടക്കം തന്നെയും ഈ വേദികൾ 3 ദിവസവും ഉണ്ടാകും, സജീവമായി തന്നെ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനമായാലും വയനാട് ജില്ലാ സമ്മേളനമായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തലസ്ഥാനത്താണ്. ഏറ്റവും അധികം പാർട്ടിക്ക് ഏറ്റവും അധികം തന്നെയും സർക്കാരിന് ഏറ്റവും വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാലഘട്ടത്താണ് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഒരു കാലയളവിലേക്ക്, അല്ലെങ്കിൽ ആ സമ്മേളനങ്ങളുടെ സമയങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ആദ്യ ദിനം തുടങ്ങിയ കൊല്ലം ജില്ലാ സമ്മേളനത്തിലായപ്പോൾ വിഭാഗീയതയും ചേരിപ്പോരുമൊക്കെ വലിയ രീതിയിൽ തന്നെ പ്രതിഫലിച്ചിരുന്നു. അത് കൊല്ലത്തെ ഏരിയ സമ്മേളന സമയത്ത് തന്നെ ആ ചേരിപ്പോരും പരസ്യപ്പോരുമൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ജില്ലാ സമ്മേളന വേദിയിലും വലിയ രീതിയിൽ തന്നെ ചർച്ചകളൊക്കെ ഉടലെടുത്തിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പോലും വിമർശനങ്ങളൊക്കെ ഉയർന്നൊരു സമയമാണ് കൊല്ലത്ത് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായാലും വലിയ രീതിയിൽ കാണാം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ ജില്ലാ സെക്രട്ടറി ഇവിടെ V ജോയിയാണ്. അദ്ദേഹത്തിനെതിരെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന കടുത്ത ആരോപണം അത് പരസ്യമായി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മംഗലപുരം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തായി അദ്ദേഹം BJP അംഗത്വമൊക്കെ അംഗമാവുകയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ്, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുവെന്ന ആരോപണം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്ന ഔദ്യോഗിക വിഭാഗം, അതായത് ജില്ലാ നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ജില്ലാ സെക്രട്ടറി V ജോയിക്ക് തന്നെ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നും തന്നെയുമില്ല, ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കാണിച്ചുകൊണ്ട്, ഒറ്റക്കെട്ട് തന്നെയാണ് പാർട്ടിയെന്ന് കാണിച്ചുകൊണ്ട് നേതാക്കളൊക്കെ രംഗത്ത് വന്നുവെങ്കിൽ പോലും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിലായാലും അതോടൊപ്പം തന്നെ വയനാടായാലും തന്നെയും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് V ജോയി തന്നെ ഇത്തവണ ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും അധികം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു ഈ ജില്ലാ സമ്മേളനങ്ങൾ എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനും പാർട്ടിയും പിടിമുറുക്കിയിരുന്ന വിവാദങ്ങളൊക്കെ തന്നെയും ജില്ലാ സമ്മേളനങ്ങൾ ചർച്ചയാകും. ഏറ്റവും പ്രധാനം സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിരവധി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കട്ടപ്പനയെ സഹകരണ സൊസൈറ്റിക്ക് മുന്നിലാണ് നിക്ഷേപകൻ ജീവനൊടുക്കിയത്. അവിടെ തന്നെ CPM നേതാക്കൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അതിന്റെയൊക്കെ ശബ്ദരേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അത് വലിയ രീതിയിൽ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ ബാങ്കുകളുമായി ഉണ്ടായിരുന്ന നിക്ഷേപ തട്ടിപ്പ് അത് എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാണ്. കരുവന്നൂർ മുതൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് വരെ തന്നെയും നിയമം സഹകരണ ബാങ്ക് അടക്കമുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ ബാങ്കുകൾ, നിക്ഷേപകർ ബാങ്ക് അധികൃതർക്ക് മുന്നിൽ, ബാങ്കിന് മുന്നിൽ സമരം നടത്തുന്നു, നിരാഹാരം നടത്തുന്നു. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ കരുവന്നൂരിൽ ED അന്വേഷണം വരെ പ്രഖ്യാപിച്ചു. അതൊക്കെ തന്നെയും CPM നേതൃത്വത്തൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന നിരവധി വിവാദം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകൾ, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിനെ തന്നെ SFI-യുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കുന്നു. അവിടെ PB ഒരു പ്രമുഖ നേതാവിന് പണം നൽകുന്നു. ഇതുമായി സംബന്ധിച്ച വാർത്തകളൊക്കെ ഇന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ തന്നെയും EP ജയരാജനുമായി ബന്ധം, EP ജയരാജനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായിരുന്ന കനത്ത പരാജയം, അതിനുശേഷം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റുന്നു. EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി. ഇതൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്യും CPM ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെയും. പ്രത്യേകിച്ച് തിരുവനന്തപുരമാകുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ, മേയറുടെ ഭർത്താവ് സച്ചിൻ MLA ഉൾപ്പെടെയുള്ള ഈ രണ്ടുപേരും, മേയർ
മേയർ സച്ചിൻ ദേവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയം, ഇതൊക്കെ ഇപ്പോഴും ആ കേസ് കോടതിയുടെ മുന്നിലാണ്. ഇവിടെയൊക്കെ തന്നെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പോലും ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ശരിയായിരുന്നില്ല എന്നൊരു നിലപാട് അവിടെ പോലും പ്രതിനിധി ഉന്നയിച്ചിരുന്നു. അങ്ങനെ കീഴ്ഘടകങ്ങളിൽ നിന്നും തന്നെ ശക്തമായ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി വിഷയങ്ങൾക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. ഒരുപക്ഷെ വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ലാതെ, പരമാവധി വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ സമവായത്തിലൂടെ ചർച്ചകളിലൂടെ തന്നെയും വിഷയങ്ങൾ പുതിയ ജില്ലാ ഘടകങ്ങളെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുക, ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കുക, അതിനുവേണ്ടി തന്നെയാണ് നേതൃത്വം പൂർണ്ണമായും പരിശ്രമിക്കുക. ഏരിയ കമ്മിറ്റികളുടെ ഉടനീളം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അതൊന്നും തന്നെ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വം ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും 9 മണിക്ക് MA ബേബി പതാക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പ്രതിനിധി സമ്മേളനത്തിൽ മറ്റെല്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കും. 9 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ശ്രീ കാർത്തിക. ശരി, വ്യക്തമാണ് ആൻഫ്ലീറ്റ്. ഏതായാലും CPM തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സർക്കാരിനും പാർട്ടിക്കുമെതിരായ വിവാദങ്ങൾ ഏതായാലും ഈ സമ്മേളനങ്ങളിൽ പ്രധാനമായും ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആൻഫ്ലീറ്റ് ഡിസൂസിയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.